ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷത്തോളം ആവുന്നു. ഇതുവരെ ഞാൻ ഓവൻ യൂസ് ചെയ്തിട്ടില്ല. ഗ്യാസ് സ്റ്റോപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റോപ്പിൽ കേക്ക് ബേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കേക്കൊക്കെ വരുമ്പോൾ നഷ്ടമല്ലേ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ചെയ്യുമ്പോഴെന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു ട്രിക്കാണിത്. അടുപ്പിൽ കേക്ക് ബേക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ ഒരു പീസ് കേക്കിൻ്റെ റെസിപ്പിയും നമുക്ക് കാണാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മുടെ 250 ml മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ അതിന്. എന്നിട്ടൊരു 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേറെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ വേറൊരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ആ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മുട്ട കേടായി പോയാൽ നമുക്ക് ഭയങ്കര നഷ്ടം വരുവേ. അതിലേക്ക് ഒരു 1.25 സ്പൂണായി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിന് ഒരു 1.25 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നല്ല വൃത്തിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തൊരു 3/4 പരുവം ബീറ്റായി കഴിയുമ്പോഴേക്കും അതിലേക്കൊരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പീസ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മൈദ ഒരു 3 പ്രാവശ്യമായിട്ട് ആ ബാറ്ററിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മാവിട്ടിട്ട് അതിലേക്ക് ദാണ്ട കുറച്ച് പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രിഡ്ജിൽ നിന്നെടുത്താൽ തണുപ്പോടെ യൂസ് ചെയ്യരുത്. നമ്മളൊരു റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചതിന് ശേഷം വേണം പാല് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ആ ബാറ്ററിലേക്ക് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം. ചുമ്മാതെ കറക്കി എടുത്തു കഴിഞ്ഞാൽ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടമാകും. അങ്ങനെ നമ്മൾ ഇതാണ്ട് എല്ലാ മാവും മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഓയിലൊക്കെ തടവി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ടും കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി നമ്മൾ പാത്രം ചൂടാവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിനകത്തേക്ക് ഇങ്ങനെ ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു പാത്രം ഇങ്ങനെ കമഴ്ത്തി ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ കേക്ക് അടപ്പേ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തീ കൂട്ടിയിടരുത്. തീ കുറച്ച് ആദ്യം നമ്മൾ ചോറോ വെള്ളമോ ഒക്കെ തിളപ്പിച്ചതിന് ശേഷം വരുന്ന ആ തീയിൽ വെച്ചാൽ അത് പെർഫെക്റ്റായിട്ട് കിട്ടും. തീ കത്തിക്കുന്ന ഉടനെ വെക്കരുത്. തീ ഒന്ന് കുറഞ്ഞ ശേഷം കുറഞ്ഞ തീയിലിട്ട് വേണം എപ്പോഴും അടുപ്പിൽ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ആ പാത്രം അടച്ച് വെച്ച ശേഷം മുകളിലേക്ക് ഇങ്ങനെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ഒട്ടും എയറൊന്നും വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 35 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇങ്ങനെ റെഡിയാവും. റെഡി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കണം. അപ്പോൾ ആ സ്റ്റിക്കിലേക്ക് കേക്ക് ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ കേക്ക് ഓക്കെ ആയി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിങ്ങനെ കേക്കിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ കേക്ക് അതേപോലെ തിരിച്ചു പൊങ്ങി വന്നു കഴിഞ്ഞാൽ കേക്ക് റെഡിയായി എന്നാണ്. പിന്നെ നമുക്കതിനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചോ ഒരു കത്തി വെച്ചിട്ടോ ഇങ്ങനെ സൈഡൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടിയെടുക്കാം. പിന്നെ അതിനെ ആവശ്യത്തിന് പീസാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് മക്കൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണേ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണേ. നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.